ചേവരെ നമ്മുടെ പുളിമുട്ട് മൊത്തത്തിൽ രാവിലെ തന്നെ ഫുള്ള് ചൂണ്ടക്കാരാൽ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ വറ്റ അടിക്കുന്നുണ്ട്. അപ്പോൾ വറ്റ പിടിക്കാൻ സബിക്കും അതുപോലെ തന്നെ ചെറിയ ജിഗുകളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് സബിക്കും ജിഗൊക്കെ യൂസ് ചെയ്യുക, നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ടിപ്സുകളും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന്. വറ്റന്റെ ചാകരയാണ് നമ്മുടെ പുളിമുട്ടുകളിലൊക്കെ വരുന്നത്. നന്നായിട്ട് വറ്റ അടിക്കുന്നുണ്ട്. അപ്പോൾ വറ്റയ്ക്ക് നമ്മുടെ സബിക്കാണ് കേട്ടോ. ഇത് അറിയാത്ത ആളുകളോടാണ് നമ്മൾ പറയുന്നത്, എക്സ്പെർട്ടിനോടല്ല കേട്ടോ. വറ്റ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചാകരായിട്ട് ഒന്നും വരെ തന്നെ 6 ഹുക്ക് വരും. ഇതിൽ 6 ഹുക്ക് കാരണമൊക്കെയാണെങ്കിൽ 6 ഹുക്കിലും ഇത് സത്യം പറയാച്ചൊക്കെ ആണെങ്കിൽ മീനുണ്ടാവും. അത്രയും പൊലപ്പാണെന്നുണ്ടെങ്കിൽ, ചെറിയ പൊലപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 എണ്ണം 3 എണ്ണം ഒക്കെ ആയി കിട്ടും. അത് മീനിൻ്റെ സൈസിനും ഇതിനൊക്കെ അനുസരിച്ചിട്ട് ഇതിൻ്റെ ഹുക്കിൽ ചെറിയ ചെറിയ വ്യത്യാസം വരും. ഇതെല്ലാത്തിലും ഉണ്ടാവും കേട്ടോ മീന്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താക്കുകയാണ്, ഒരു സിവല് ഒരു സ്നാപ്പ് ഉണ്ടാവും. സിവല് മുകളിൽ അറ്റാച്ച് ചെയ്യുക, സ്നാപ്പ് എന്താക്കുക ഇവിടെ നമ്മൾ ചെറിയ വെയിറ്റ് വിട്ടുകാണ്ട് ലോങ്ങിലോട്ട് എറിയുക. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് മീൻ പിടിക്കാമെന്നൊന്ന് നോക്കാം. സബിക്ക് ഉപയോഗിക്കാൻ പലരും പല രീതിയാണ് കേട്ടോ. വെറും നമുക്ക് വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന സാധനമാണ് സബിക്ക് എന്നുള്ളത്. വെറും 80 രൂപ ഒക്കെ വരുന്നുള്ളൂ. അത് പല ബ്രാൻഡിൻ്റെയും പല ക്വാളിറ്റിയിലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോമൺ ആയിട്ട് 80 രൂപയുടേതാണ്. സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിംഗ് നമ്പറിലൊന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ നമ്മളിത് എറിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറിയ രീതിയിൽ ജിഗ് ചെയ്യുക. അതായത് ചുമ്മാ ഒന്നുകിൽ സ്പീഡിൽ ഭയങ്കര സ്പീഡിൽ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടി കിട്ടാറുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതലായിട്ട് ഇതാണ് നമ്മുടെ ജിത്തു ബ്രോഹൻക്ക് ഇവിടെ ഒരു മീൻ അടിച്ചിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഞെട്ടിച്ച് ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിച്ചു കേട്ടോ. അടിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ അടിച്ച മീനിനെ എന്താക്കരുത്, വാരി വലിച്ച് കരയിലോട്ട് കയറ്റാൻ നോക്കണ്ട. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ബാക്കിയുള്ള നമ്മുടെ ഹുക്കിലും എന്താവും മീൻ കയറി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അത് ഇവിടെ 2 എണ്ണമാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 2 എണ്ണം 3 എണ്ണം വെച്ചിട്ടെങ്കിലും എന്താവും നമുക്ക് കൺഫേം ആയിട്ട് മീൻ കയറും. അതായത് ഈ വറ്റയൊക്കെ മൊത്തത്തിൽ കൂട്ടം കൂടിയിട്ട് ഇങ്ങനെ നടക്കുന്നതാണ് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഇത് ഒരുപാടെണ്ണമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചൂണ്ടൊക്കെ ഇങ്ങോട്ട് കയറ്റാനും ഭയങ്കര ത്രില്ലിംഗ് ആണ്. നമുക്ക് പറയുന്നതിൻ്റെ അപ്പുറത്ത് നമ്മൾ പിടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. വലിയൊരു മീനടിച്ച പ്രതീതിയാണ് ഉണ്ടാവുക. ഇത് നമുക്ക് 3-4 മീനൊക്കെ ഒരുമിച്ച് നമ്മുടെ ചൂണ്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ചില സമയങ്ങളിൽ ഒറ്റയിട്ടതാവും. പിന്നെന്താ വെച്ചാൽ നമ്മൾ വെക്കുന്ന സമയത്ത് നമ്മുടെ ഉക്കും ഇതൊക്കെ റെഡി അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിച്ച മീനെ നഷ്ടപ്പെട്ടു പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അതൊക്കെ 3 എണ്ണം വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് എന്താക്കും, ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇത് ഞാൻ വെച്ചിട്ട് എൻ്റെ മീനെല്ലാം കൂടി പോയി എന്ന് പറയണ്ട, നമ്മൾ ചെയ്തിട്ട് വിജയിച്ച കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു എന്നുള്ളൂ. ഇത് നമുക്ക് ഇടയ്ക്ക് 1-2 ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ 3 എണ്ണം 4 എണ്ണം 6 എണ്ണം വരെയൊക്കെ കിട്ടുന്ന സമയമുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ജിത്തു ബ്രോ അൾട്രാലൈറ്റിന് അതേപോലെ തന്നെ പറ്റ ഉണ്ട് എന്നുണ്ടെങ്കിൽ സത്യം പറയാച്ചാൽ എന്ത് ഒരു കമ്പി കഷ്ണത്തിൽ ജസ്റ്റ് ഉക്ക് ഇട്ടുകാണ്ട് 4 ഇളക്കിയൊക്കെ ആണെങ്കിലും അവന്മാർ അറ്റാക്ക് ചെയ്യുന്നുള്ളതാണ്. പറ്റ പലപ്പോഴും ഓരോരോ ഭാഗത്തായിട്ടാവും. ചിലപ്പോൾ ലോങ്ങിലാവുമ്പോൾ നമ്മൾ എന്താക്കുക, നമ്മുടെ ഈയത്തിൻ്റെ വെയിറ്റ് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കണം എന്നുള്ളൂ കേട്ടോ. പിന്നെ കോമൺ ആയിട്ട് നമ്മളൊക്കെ കൂടുതലായിട്ടും ഒരു 20 ഗ്രാമിൻ്റെ വെയിറ്റാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യാറുള്ളത്. ഇടയ്ക്ക് 30 ഗ്രാമിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ അവിടെ ഒരു വാമീൻ അതിൻ്റെ ഇടയിൽ അടിച്ചാണ് കേട്ടോ. അത് ഒറ്റ വാമീനുകളും അതിൻ്റെ ഇടയിൽ കൂടെ എന്താവുന്നുണ്ട്, കയറുന്നുണ്ട്. നമ്മൾ പിന്നെ ഇത് ഇടയ്ക്ക് അൾട്രാലൈറ്റും മാറ്റുന്നുണ്ട് കേട്ടോ. അൾട്രാലൈറ്റിനും ഇതിനൊക്കെ ഒരേപോലെ തന്നെയാണ്. രണ്ടും 2 രസമാണെന്ന് പറഞ്ഞാലും മീൻ പിടിക്കാൻ നമുക്ക് എന്താ വെച്ചാൽ കൂടുതൽ മീൻ പിടിക്കുക എന്നുള്ളതല്ല, ഫിഷിങ് ഇങ്ങനെ ആസ്വദിക്കാൻ ഏറ്റവും ബെറ്റർ ഒരു ഓപ്ഷനാണ് നമ്മുടെ അൾട്രാലൈറ്റ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അതിപ്പോൾ ഭയങ്കര കോമൺ ആയിട്ട് തന്നെ നമ്മുടെ തീരങ്ങളിലൊക്കെ ആളുകൾ യൂസ് ചെയ്ത് തുടങ്ങിയാണ് കേട്ടോ. അതൊക്കെ നമുക്ക് ജിത്തു ബ്രോക്ക് അടുത്ത മീൻ ഇവിടെ കയറുന്നുണ്ട്. അതും ഇതുപോലെ തന്നെയാണ്. നമ്മുടെ ജിഗുകളാണ് കൂടുതലുണ്ടാവുക. ജിഗുകൾ പിന്നെ വെയിറ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇതാക്കണ്ട, ജസ്റ്റ് ലോങ്ങിലോട്ട് എറിഞ്ഞിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ആക്ഷൻ കൊടുത്ത് ചുമ്മാ വലിച്ചു കൊടുത്താൽ മാത്രം മതി. വറ്റ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജാഗ്രത. ഈ കാണുന്ന പോലത്തെ ലെഡുകളാണ് ഈയത്തിൻ്റെ കട്ട, അതുപോലെ തന്നെ പല മെറ്റലിലും വരുന്നുണ്ട് കേട്ടോ. ഓരോരോ കളറുകളും ഇതൊക്കെ കൊടുത്തുകൊണ്ട് പല ഇതിലുണ്ട്. ഏറെക്കുറെ വറ്റക്ക് ഇന്നത് എന്നൊന്നുമില്ല, അവന്മാർക്ക് ഒരു ചെറിയ തിളക്കം കണ്ടൊക്കെ ആണെങ്കിൽ തന്നെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്ന ടൈപ്പാണ്. അപ്പോൾ വറ്റ പിടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഒന്നെങ്കിൽ ചെറിയ ജിഗുകൾ, അല്ലാന്നുണ്ടെങ്കിൽ എന്താക്കുക നമ്മുടെ സബ്ക്കിയാവും. പുതിയ ആളുകളെ സംബന്ധിച്ച് കുറച്ചും കൂടി ബെറ്റർ. പിന്നെ എന്താ വെച്ചാൽ ഇതാണ് ഇവിടെ അടുത്തൊരു വാമീനാണ് കേട്ടോ. വാമീനൊന്നും അധികം സൈസൊന്നുമില്ല, ചെറിയ സൈസാണ് കൂടുതലും കയറുന്നത്. അതിൻ്റെ ഇടയ്ക്കും നിലക്കൊക്കെ അവിടെയും ഇവിടെയൊക്കെ വെട്ടുന്നുണ്ട്. പിന്നെ ഓരോ ദിവസം ഓരോരുത്തർക്കുള്ള ഓരോരോ ലക്കും കൂടിയാണ് അറിഞ്ഞില്ല. നമ്മളൊക്കെ പിന്നെ അൾട്രാലൈറ്റ് മേലായിരുന്നു മാക്സിമം. ഇവിടെയൊക്കെ ഓരോരോ രീതിയിലുള്ള ജിഗിങ് ആണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ മുമ്പ് കൂടെ ഇങ്ങനെ തോണി പോകുന്നത് ഒരു ചെറിയ ശല്യമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോ പരിപാടി എടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ലോങ്ങിലോട്ട് ഇങ്ങനെ എറിയുക. തോണികളിങ്ങനെ മുമ്പ് കൂടെ പോകുന്നുണ്ട്. അടുത്ത മീൻ ഇവിടെ കയറി വരുന്നുണ്ട് കേട്ടോ. വരുന്ന്
സംഭവം ഫിഷിങ് എന്നുള്ള നമുക്ക് കൂടുതൽ മീൻ കിട്ടിയത് എന്നൊന്നുമില്ല. കടപ്പുറത്തോട്ടൊക്കെ വരികയാണെങ്കിൽ ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ തന്നെയാണ്. അവരുടെ കൂടെ ഇങ്ങനെ മീൻ പിടിക്കുമ്പോൾ ഉള്ളൊരു ത്രില്ല് വേറെ തന്നെ. ഒരു വാമീനിൻ്റെ കുഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഏതായാലും പരക്കെ തന്നെ അടിയുണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ഇത് കാരണമൊക്കെ നമ്മൾ 10 ദിവസം പോകുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസമാവും നമുക്ക് ഇതുപോലെ കിട്ടുക. പലരും എന്നെ വിളിച്ചിട്ട് എന്താവാറുണ്ട്, മീൻ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതാ ഒരു മീൻ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ, നമ്മുടെ ബഷീർ ബ്രോക്ക്. പക്ഷേ ഇതാ അയ്യോ പോയി. ഇതുപോലെയുള്ള മിസ്സിങ്ങും ഇതൊക്കെ കൂടുതലായിട്ടുണ്ടാവും. പിന്നെ ചെറിയ മീനുകളാകുമ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ട് ഇതൊന്നും നിൽക്കില്ല, പെട്ടെന്ന് തന്നെ വലിച്ച് കയറ്റാനാണ് കേട്ടോ നോക്കുക. പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ പിടിക്കുമ്പോഴുള്ളൊരു ത്രില്ലിംഗ് എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ അത് ശരിക്കും നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു ഫീലിംഗ് തന്നെയാണ്. അപ്പോൾ ഏതാണെന്നുണ്ടെങ്കിലും വറ്റ പിടിക്കുന്നതിൻ്റെ ഇടയിൽ ഇതാക്കണത് നമ്മൾ വാമീനെ അതിൻ്റെ ഇടയിൽ എറിഞ്ഞപ്പോൾ നമുക്ക് അടിച്ചത് വലിയൊരു കോലിയാണ് കേട്ടോ. കോലി ഇങ്ങനെ അടിച്ചു കഴിഞ്ഞൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും എന്താക്കരുത്, കൈകൊണ്ട് അതിൻ്റെ ആ വാലിൻ്റെ ഭാഗമൊക്കെ പിടിച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നേരെ തിരിഞ്ഞ് കടിച്ചാളൂ കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ചുണ്ടിൻ്റെ ഭാഗം കൈകൊണ്ട് നേരിട്ട് പിടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. കടിക്കാൻ ആ വാലിൻ്റെ ഭാഗത്ത് പിടിച്ചൊക്കെ ആണെങ്കിൽ ഒരൊറ്റ വളഞ്ഞാണ്ട് എന്താണ് നമ്മളെ ഈ പാമ്പിനൊക്കെ പിടിച്ചണ മാതിരി അറിഞ്ഞില്ല, വാല് പിടിച്ചൊക്കെ ആണെങ്കിൽ തലയും കൊണ്ട് ഒരൊറ്റ കടിയായിരിക്കും. വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ കൈ മുറിയാവാൻ അത് മതി. വലിയ ജിഗുകളിലും ഇവന്മാർ കയറി അടിക്കുന്നുണ്ട് കേട്ടോ, വറ്റ അത്രയും കൂടുതലുള്ളത് കൊണ്ടാണ്. നമ്മളിങ്ങനെ മാറി മാറി യൂസ് ചെയ്യാണ് ഓരോരുത്തരായിട്ട്. എന്താ വെച്ചാൽ ഇടയ്ക്ക് വലിയ മീനുകളും അതിൻ്റെ ഇടയിൽ എന്താവുന്നു വെട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി തോണിക്കാർ പോകുമ്പോൾ പിന്നെ അവന്മാർ ഒന്നാണ്ട് മാറും. നമ്മുടെ തുറവൊക്കെ പൊളിച്ചടക്കുകയാണ് കേട്ടോ. അപ്പോൾ ജിഗ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു 10 ഗ്രാമിൻ്റെ ജിഗുകളൊക്കെയാണ്, ഈ ചെറിയ വറ്റയായിരിക്കും കൂടുതൽ നമ്മുടെ ഈ തീരത്തോട്ട് കൂടുതലും അടിക്കാറുള്ളത്. ഇതാ ഈ ഒരു സൈസിലാണ്. ജിത്തു ബ്രോ തകർത്ത ആടാണ് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചൊക്കെയാണെങ്കിൽ എന്താണ് പറഞ്ഞത്, അതന്നെ നമ്മുടെ ഇവിടെ കൂടുതലും നമുക്ക് ചെറിയ വറ്റകളാണ്. അപ്പോൾ നമ്മളൊരു 10 ഗ്രാമും മാക്സിമം 20 ഗ്രാം അതിൻ്റെ കൂടുതലുള്ള ജിഗുകൾ എന്താവാറില്ല ഈ ചെറിയ ടൈപ്പ് വറ്റകൾക്ക് യൂസ് ചെയ്യാറില്ല. ഒരു 5 ഗ്രാം മുതൽ, അതായത് നമ്മുടെ റോഡിൻ്റെ കാസ്റ്റിംഗ് വെയിറ്റും ഇതൊക്കെ നോക്കണം, പല രീതിയിലുണ്ട്. ചെറുതിനാണ് എന്താവുക എപ്പോഴും കൂടുതൽ അടിക്കുക. വലിയ നീളമുള്ള ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ റിസൾട്ട് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പുതിയ ആളുകളെ സംബന്ധിച്ച് വിലക്കുറവിലും ഇതിലും കിട്ടാൻ പറ്റുന്നത് എപ്പോഴും എന്താണ് ഇതാണ്ടോ, അതിങ്ങനെ അടിച്ച് കയറ്റും. വിലക്കുറവിലും കിട്ടാൻ പറ്റുന്നത് എപ്പോഴും സബ്ക്കി തന്നെ ആയിരിക്കും കേട്ടോ ബെസ്റ്റ് ഓപ്ഷൻ ജസ്റ്റ് പഠിക്കാൻ. അതായത് അധികം ആളുകളും ആദ്യം തന്നെ എടുക്കുക കുറച്ച് ഹെവി വെയിറ്റ് താങ്ങുന്നത്, അതായത് 40 to 80 ഗ്രാമിൻ്റെ ഇടയിൽ കാസ്റ്റിംഗ് വെയിറ്റ് വരുന്ന റോഡുകളായിരിക്കും. അതിൽ നമ്മൾ ഈ 10 ഗ്രാമിൻ്റെതൊക്കെ എറിഞ്ഞൊക്കെ ആണെങ്കിൽ എന്തായിക്കൊള്ളണം എന്നില്ല, ലോങ് കാസ്റ്റ് കിട്ടിക്കൊള്ളണം എന്നില്ല. അങ്ങനെ ലോങ് കാസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ എപ്പോഴും എന്താക്കുക, ഇനിയിപ്പോൾ റോഡ് ഇതൊക്കെ ഇതാണെന്നുണ്ടെങ്കിലും ബ്രൈഡ് കുറച്ച് വണ്ണം കുറഞ്ഞത് നോക്കുക. അൾട്രാലൈറ്റ് ആകുമ്പോൾ എന്താ വെച്ചാൽ അത്രത്തോളം വണ്ണം കുറഞ്ഞ ബ്രൈഡും അതിന് പറ്റിയ ആക്ഷനുള്ള റോഡും ഇതൊക്കെ ആയിരിക്കും. പിന്നെ ഇതിൽ തന്നെ ജിഗിങ് റോഡുകളും ഇതൊക്കെ നമുക്ക് അതിൻ്റെ പ്രത്യേകമായിട്ടും വരുന്നുണ്ട് കേട്ടോ. നമുക്ക് സാധാരണക്കാർക്ക് മീൻ പിടിക്കാനുള്ള ഓരോരോ കാര്യങ്ങളാണ് പറയുന്നത്, അത് ഓരോരുത്തർക്കും ഓരോരോ രീതിയിലാവും. ജിഗിൽ നല്ല അടിയാണ്. നമ്മളിപ്പോൾ പെസ്കഡോറിൻ്റെ ഒരു എന്താണ് സിൽവർ കളർ ജിഗായിരുന്നു, അതിൽ നല്ല അടിയാണ് കേട്ടോ. ജിത്തു ബ്രോ ഇത് ആട്ടി കളിക്കുന്നുണ്ടല്ലേ, അതുപോലെ ഇങ്ങനെ ആക്ഷൻ കൊടുക്കണം. പെട്ടെന്ന് ഇങ്ങനെ ഇതെന്താണ് ശരിക്കും ഒരു വെള്ളത്തിലൊരു ചെറിയ മീൻ അല്ലെങ്കിൽ ഒരു ചെമ്മീനൊക്കെ ഇങ്ങനെ ഒരു ചാടുന്ന ഫീലായിരിക്കും വെള്ളത്തിൽ. അതായത് നമ്മുടെ ജിഗുകളാണെന്നുണ്ടെങ്കിലും സബ്ക്കിയാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മിഠായി കവർ കൊണ്ടൊക്കെ മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്കൊരു മീൻ വരുന്നുണ്ടല്ലേ. ഓക്കെ, ഇത് നന്നായിട്ട് ആട്ടുന്ന സമയത്ത് വെള്ളത്തിലൂടെ ഒരു ചെമ്മിയൊക്കെ ചാടി പോകുന്ന ഒരു ഫീലായിരിക്കും മീനുകൾക്ക് ഉണ്ടാവുക. അപ്പോൾ അതൊരു ചെമ്മിയാണ്, ഒരു ബൈറ്റാണെന്ന് വിചാരിച്ചിട്ട് എന്താവുകയാണ് അവന്മാർ നമ്മളെ ഇരയെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ സബ്ക്കി എറിയുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെമ്മി പൊലപ്പൊക്കെ വെള്ളത്തിൻ്റെ മുകളിലൂടെ പോകുന്ന ഒരു ഫീലായിരിക്കും. ഏറ്റവും ചുരുങ്ങിയത് ഒരു 10-20 എണ്ണത്തിൻ്റെ ഒക്കെ കൂട്ടാണ് വറ്റ അധികം ഉണ്ടാവാറുള്ളത്. നമ്മൾ ഇതുപോലെയുള്ളൊരു സഞ്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒരു പെട്ടിയൊക്കെ ഉണ്ട്, ഇതിപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ. പെട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ സംഭവം സുഖമാണ്. അതായത് ഈ സബ്ക്കിക്കും ഇതിനൊക്കെ അടിക്കുന്ന മീനുകൾ വറ്റ ഭയങ്കര അഗ്രസീവാണ്. ചെറുതാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. അടിച്ചു കഴിഞ്ഞൊക്കെ ആണെങ്കിൽ ഭയങ്കര പവറുമാണ്. കരയിലെത്തിയൊക്കെയാണെങ്കിലും ഇങ്ങനെ ചാടിയതിൻ്റെ പുറത്ത് ചാടി വരും. ഇതിപ്പോൾ നമ്മൾ കൂടുതൽ അടിക്കുന്നതുകൊണ്ട് നിലം തൊടിക്കാതെ കേട്ടോ വലിച്ചു കയറ്റുന്നത്. അപ്പോൾ നല്ല സ്പീഡിൽ എടുത്തിടുകയാണ്. ഇത് അൾട്രാലൈറ്റിനും കൂടി ആകുമ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആണ് കേട്ടോ മീൻ പിടിക്കാൻ. അപ്പോൾ ഇതിങ്ങനെ ആകെ മൊത്തം ടോട്ടൽ പറയാണ്. പിന്നെ നിങ്ങളുടെ സംശയമുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ അത് ഉൾക്കൊള്ളിക്കും. നമ്മളിത് കണ്ടില്ലേ, റോഡ് ഇങ്ങനെ ആക്ഷൻ കൊടുത്ത് വലിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എന്താവും അടി കിട്ടും. ജിഗിങ്ങിൻ്റെ ഇത് പറഞ്ഞൊക്കെയാണെങ്കിൽ അതിൻ്റെ ആക്ഷനാണ് മെയിൻ. അതായത് നമ്മൾ ജിഗൊക്കെ ചുമ്മാ ഇട്ട് ഇങ്ങനെ വലിച്ചിട്ട് മീൻ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കേട്ടോ.
എന്താ വെച്ചാൽ അധികം ആളുകൾക്കും അറിയില്ല. നമ്മുടെ കടലിൽ ഈ വറ്റ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലോങ്ങിലോട്ടായിരിക്കും. അതേ സ്ഥാനത്ത് ഈ ഹമോറ്, ചെമ്പല്ലി ഇങ്ങനെയുള്ള മീനുകൾ നമ്മുടെ ഈ കല്ലിനോട് ചാരിയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അൾട്രാലൈറ്റിൻ്റെ പിന്നെ ഉള്ള ഒരു സുഖം എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ തീരെ വെയിറ്റ് ഉണ്ടാവില്ല. നമ്മുടെ റോഡ് റീലും എല്ലാം കൂടെ പിടിച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മണിക്കൂറുകളോളം കാസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇത് ഗണപ്പുറത്ത് ബ്രോ ഇളക്കി കളിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വന്നാൽ എല്ലാവർക്കും ആർക്കും മീൻ കിട്ടാത്തതില്ല. മൊത്തത്തിൽ എല്ലാവർക്കും നല്ല ചാകര തന്നെ കിട്ടിയ ഒരു ദിവസമാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറേ ആളുകൾ അങ്ങനെ ഇരിക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചൊക്കെയാണെങ്കിൽ വാമീനാണ് കൂടുതൽ ആളുകളും ടാർഗറ്റ് ചെയ്ത് വന്നിരുന്നത്. പക്ഷേ വാമീനെ അടക്കം നിലക്കും ആക്ടിവിറ്റി കാണിച്ചിട്ട് അവന്മാരുടെ പാട് ഇത് ഫസ്റ്റത്തെ ഒന്നിലും ലാസ്റ്റത്തെ ഒന്നിലും ആണ് കേട്ടോ മീൻ കടിച്ചേക്കുന്നത്. പിന്നെ ഇവന്മാരുടെ പൊലപ്പ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസവും ഏറെക്കുറെ വെള്ളത്തിൻ്റെ ടൈഡ് നോക്കിയിട്ട് അതേ ഒരു പാറ്റേണിൽ വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസമൊക്കെ ഏറ്റവും ചുരുങ്ങിയൊരു 4-5 ദിവസമെങ്കിലും അടുപ്പിച്ച് അടി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. പലപ്പോഴും നന്ന രാവിലെ അതുപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിലാണ് നമുക്ക് വറ്റ കൂടുതലായിട്ട് റിസൾട്ട് കിട്ടാറുള്ളത്. പിന്നുള്ളതൊക്കെ നമ്മൾ എത്തിപ്പെടുന്ന സമയത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ഭാഗ്യം പോലെ. ഏറെക്കുറെ എല്ലാ ലൂറുകളും ഇതും എന്താവണം നമ്മുടെ ബോക്സിലുണ്ടായിരിക്കണം. കടപ്പുറം എന്ന് പറഞ്ഞൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച സാധനം തന്നെ ആയിക്കോളണം എന്നൊന്നുമില്ല. അവിടെ പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല മീനിൻ്റെയും പൊലപ്പ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ ടാക്കിൾസ് നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അതൊരു തീരാ നഷ്ടം തന്നെ ആയിരിക്കും. ഏറ്റവും ചുരുങ്ങിയത് അൾട്രാലൈറ്റ് സെറ്റപ്പും ഒരു വലിയ സെറ്റപ്പും കയ്യിൽ കരുതുന്നത് എപ്പോഴും നന്നായിരിക്കും. അതായത് ചില സമയങ്ങളിൽ ഷാഡുകൾക്ക് മാത്രമായിരിക്കും മീൻ അടിക്കുക. ചില ടൈമിൽ ജിഗുകളായിരിക്കും ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുക. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവാം കേട്ടോ. ഇത് ഓരോ ആളുകൾക്കും ഓരോരോ ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. എല്ലാവരും വറ്റൻ്റെ പിടുത്തം തന്നെ. അതൊക്കെ ഉണ്ടാ നിലം തൊടിക്കാതെ മുകൾക്കോട്ടെ പറത്തി വരികയാണ് പറഞ്ഞില്ലേ. നമ്മളെ ജിഗിലൂറുകൾ എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ ഇന്ന മീനൊന്നൊന്നുമില്ല കേട്ടോ. ഏറെക്കുറെ എല്ലാ മീനുകളും അറ്റാക്ക് ചെയ്യുന്നതാണ്. ചെമ്പല്ലി, കാളാഞ്ചി, അതുപോലെ തന്നെ ഹമൂറ്. പക്ഷേ അത് ഇട്ട് കഴിഞ്ഞൊക്കെ ആണെങ്കിൽ കുടുങ്ങി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് ഭയങ്കര വെയിറ്റ് ഉള്ളതുകൊണ്ട് ഈ പരിചയമില്ലാത്ത ആളുകളാവുമ്പോൾ കുറേ നേരമൊക്കെ വെയിറ്റ് ചെയ്ത് വെച്ചാലൊക്കെ സാധനം കുടുങ്ങി പോകാൻ. ഇപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് എപ്പോഴും ഈ ചെറിയ ചെമ്മിപ്പൊലപ്പോ എന്തെങ്കിലുമൊക്കെ വേണ്ടിയായിരുന്നു നമുക്ക് ഈ വറ്റൊക്കെ പിടിക്കാൻ. പക്ഷേ ഈ ജിഗിൻ്റെ ഇതിൻ്റെയൊക്കെ ഇത് റിസൾട്ട് അറിഞ്ഞു തുടങ്ങിയൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ ഇര പിടിച്ച് കണ്ടുള്ള വറ്റൊക്കെ പിടുത്തൊക്കെ വളരെ സ്റ്റോപ്പായിരിക്കുന്നതാണ്. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചൊക്കെയാണെങ്കിൽ നമ്മൾ ലോങ്ങൊക്കെ എറിഞ്ഞിട്ട് ജിഗ് നല്ല സ്പീഡിൽ എന്താക്കണം, ഇങ്ങനെ ഞെട്ടിച്ച് ഇങ്ങനെ വലിച്ചു കൊടുക്കണം കേട്ടോ. അത് നമുക്കിവിടെ സബ്ക്കിക്ക് വരുന്നുണ്ട്. നമ്മളെന്താ വെച്ചാൽ ഇടയ്ക്കൊന്ന് കൈ കുഴങ്ങുമ്പോൾ നമ്മൾ ജസ്റ്റ് മാറ്റും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാക്കുകയാണ്. ഇപ്പോൾ ഒറ്റ അടിയാണ് ഇടയ്ക്കുള്ളത്. അതായത് പൊലപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ബാക്കി എല്ലാ ചൂണ്ടയിലും എന്താക്കും അവന്മാർ ഒരൊറ്റ പിടുത്തവും ഉണ്ടാവുക. അതായത് ഈ പാസിങ്ങിൽ നമുക്ക് എന്താണ് നമ്മുടെ ഈ ചെമ്മിയൊക്കെ ഇടുന്ന സമയത്ത് മീനെങ്ങനെ കയറ്റുമ്പോൾ പുഴയിൽ നിന്നൊക്കെ നമ്മൾ ഇതിൻ്റെ മുമ്പ് ചെയ്ത വീഡിയോ കണ്ടൊക്കെ മനസ്സിലാവും. വറ്റപ്പൊലപ്പ് ഓടുന്ന കാഴ്ച നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അതെല്ലാവരും ഇതിന് തന്നെയാണ് കേട്ടോ. വാമീന് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അപ്പോൾ ഏതാണെന്നുണ്ടെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുക. നമ്മൾ മൊത്തത്തിൽ എന്താണ് ആകെ മൊത്തം ഒരു ടോട്ടൽ പറഞ്ഞതാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായതും മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടാവും, അറിയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുണ്ടാവും. അത് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എന്താക്കാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഫിഷിങ്ങിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചോളി. A to Z വെച്ചിട്ട് നമ്മൾ പറയും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവിടെ അടുത്ത ഒരു വറ്റ കയറി. പിന്നെതാ പിന്നെയും വറ്റയാണ് കേട്ടോ. പിന്നെ വെയിൽ ചൂടായി കഴിഞ്ഞൊക്കെയാണെങ്കിൽ കടപ്പുറത്ത് അധികം നിൽക്കാൻ പറ്റില്ല. അത് അതിൻ്റെ ഇടയിൽ ജിഗിന് ഒരു ചെറിയ വാമീൻ്റെ കുഞ്ഞ് കയറിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ സാൽമൺ എന്നൊക്കെ പറഞ്ഞാണ്ട് വരുന്നതാണ്. നേരത്തെ കഴിയുമ്പോൾ 3-4 കിലോ വറ്റുണ്ട്, കോലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ചെക്കനടിച്ചതാണ് കേട്ടോ. 3+4 ഇടയിൽ വരും. നല്ലൊരു അടിപൊളി ഫാമിലി നമ്മളെ ഇന്ത്യൻ സാൽമൺ. അപ്പോൾ ഏതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇതാണെന്നുണ്ടെങ്കിലും പിടുത്തം ഇവിടെ ഈസി ആക്കുന്നതാണ്. പാർക്കിങ്ങിലൊക്കെ ഇനി മീനും കിട്ടും. അത് നമുക്ക് പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട്. $200